ന്യൂസ് വൺ മോർണിംഗ് തുടരുന്നു. ഇന്നത്തെ അതിഥിയിലേക്ക് പോകാം. വിൽസൺ KPSC ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. വിൽസൺ, ഇപ്പോൾ മാക്ബത്തിൻ്റെ ഒരു വലിയ പെർഫോമൻസ് കഴിഞ്ഞ് കാളിദാസ കലാകേന്ദ്രയുടെ മാക്ബത്തിൻ്റെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള പ്രദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിൽസൺ, ആദ്യം തന്നെ ന്യൂസ് വൺ മോർണിംഗിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് മാക്ബത്തിനോടുള്ള ഒരു പ്രതികരണം? മാക്ബത്തിനോടുള്ള പ്രതികരണം പറയുന്നതിന് മുമ്പേ തന്നെ മീഡിയ വണിനോടുള്ള ഒരു പ്രത്യേക നന്ദി പറയാനുണ്ട്. സാധാരണഗതിയിൽ ഈ ഏതെങ്കിലും ചെറിയ സിനിമയിൽ വരെ അഭിനയിച്ച രണ്ടാം കിട നടന്മാരെയോ നടികളെയോ ഒക്കെ ഇത്തരം പ്രഭാത പരിപാടികൾ ക്ഷണിച്ചിരുത്താറുള്ള ചാനലുകൾ ഒരു നാടക കലാകാരനെ ഇവിടേക്ക് ക്ഷണിക്കുക വഴി മലയാള നാടകത്തെ ആദരിച്ചതിന് വളരെ ഹൃദയം തൊട്ടുള്ള ഒരു നന്ദി ആദ്യം പറയട്ടെ. വിൽസൺ, ഈ നാടകം കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഒരു പ്രൊഫഷണൽ നാടകവേദി ഈ നാടകത്തെ കൊണ്ടുവരുമ്പോൾ സാധാരണ ഒരു ക്യാമ്പസ് തിയേറ്റർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അമച്വർ നാടക ഗ്രൂപ്പുകളാവാം. ഇതൊരു പ്രൊഫഷണൽ തിയേറ്റർ ഗ്രൂപ്പ് മാക്ബത്തുമായി രംഗത്തെത്തുന്നു. വളരെ പ്രാചീനമായ ഒരു കലാസൃഷ്ടി. അതുകൊണ്ട് അത് തന്നെ ഇപ്പോൾ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രസക്തി, അതൊരു പ്രൊഫഷണൽ വേദിയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രസക്തി എല്ലാം വലിയ വെല്ലുവിളിയാണത്. വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ഈ നാടകം മാക്ബത്ത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ സമൂഹത്തിന് ആവശ്യമായ ചിന്തകൾ നൽകുന്നൊരു കൃതി തന്നെയാണ്. എല്ലാ കാലത്തെയും മനുഷ്യൻ്റെ ദുരനുഭവങ്ങളിലേക്ക് നയിക്കുന്ന അവൻ്റെ മോഹം, ചിന്തകൾ, ആഗ്രഹങ്ങൾ, സാഹചര്യങ്ങൾ, ഇത്തരം കുറേ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ ഒരു മനുഷ്യനിലേക്ക്, എല്ലാ മനുഷ്യരുടെ ആഗ്രഹങ്ങളെ ഒരു മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു കഥാപാത്രം മാത്രമാണ് മാക്ബത്ത്. യഥാർത്ഥത്തിൽ മാക്ബത്തല്ല ഉള്ളത്. എല്ലാ മനുഷ്യരുടെയും ഒരു കൂട്ടായ്മ ഒരു ശരീരത്തിലേക്ക് ആവാഹിക്കുന്നതാണ് മാക്ബത്ത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈ സമൂഹത്തിൽ അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും ആഗ്രഹങ്ങളും അധികാരമോഹം ഉണ്ടാവുകയും സ്വയം നശിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ പ്രതിനിധി മാത്രമാണ് മാക്ബത്ത്. അതെല്ലാ കാലത്തുമുണ്ട്. അത് ജനാധിപത്യത്തിലായാലും രാജവാഴ്ചയിലായാലും ഒക്കെയുണ്ട്. അതുകൊണ്ട് മാക്ബത്ത് എല്ലാ കാലത്തും നിലനിൽക്കുന്നൊരു നാടകം തന്നെയാണ്. വിൽസൺ, ഒരു കേരളീയ പശ്ചാത്തലത്തിലേക്ക് മാക്ബത്തിനെ ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? മാക്ബത്തിനെ കേരള പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ എഴുത്തുകാരൻ ശ്രീ പ്രദീപ് കുമാർ കാവുന്തറയ്ക്ക് തന്നെ. അദ്ദേഹം 4 മാസത്തോളം വളരെ കഷ്ടപ്പെട്ട് മാനസികമായി അധ്വാനിച്ച് തന്നെയാണ് അതിനെ മലയാളിവൽക്കരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ സാധാരണ പ്രേക്ഷകൻ, അതായത് അമ്പലപ്പറമ്പിൽ വന്നിരിക്കുന്ന സാധാരണ പ്രേക്ഷകൻ മുതൽ ഹൈ ക്ലാസ് തിയേറ്ററിലിരിക്കുന്ന കാണിക്ക് വരെ ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നാടകം അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അതിൻ്റെ രംഗഭാഷ രാജേന്ദ്രേട്ടൻ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. അത് വളരെ മനോഹരമായിട്ടുണ്ട് നാടകം. മാക്ബത്ത് നാടകം എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, അത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന്. അത്തരം പേടികളൊന്നുമില്ലാതെ തന്നെ നാടകം രംഗത്ത് വിജയിക്കുകയാണ് ഉണ്ടായത്. വിൽസൺ, ആ മാക്ബത്ത് എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ താങ്കൾ നേരത്തെ ഭീമൻ പോലുള്ള വലിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ്. വലിയ ശരീരവും ഒക്കെ ആയി അരങ്ങത്ത് വരാറുള്ള ഒരു നടൻ ആണ്. ആ രീതിയിൽ താങ്കളുടെ ശരീരം, താങ്കളുടെ ആ അഭിനയശേഷി, അത് എത്രമാത്രം മാക്ബത്തിൽ പ്രയോജനപ്പെട്ടു? എന്തൊക്കെയായിരുന്നു വെല്ലുവിളി? ഞാൻ അന്നും പറയാറുണ്ട്, ഭീമസേനൻ ഞാൻ ചെയ്യുമ്പോൾ ഭീമസേനൻ്റെ ശരീരം കൊണ്ടുള്ള വലിപ്പം കൊണ്ടായിരിക്കില്ല ഒരിക്കലും. ഒരു 100-102 കിലോ ഉള്ള ഒരാൾ ഒരു വലിയ മനുഷ്യനെന്ന് നമുക്ക് ഇന്നത്തെ നാട്ടിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ കൂടെ അഭിനയിച്ചവരുടെ ഒരു പൂർണ്ണമായ സഹകരണമാണ് അന്ന് എന്നെ ഭീമസേനാക്കിയത്. അത് തന്നെയാണ് ഇപ്പോൾ മാക്ബത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളവരുടെ ആ ഒരു നല്ല സഹകരണമാണ് മാക്ബത്തിന് സ്റ്റേജിൽ വിജയിപ്പിക്കുന്നത്. എൻ്റെ മാത്രം അധ്വാനം അല്ല നാടകം. ക്യാരക്ടർ എനിക്കൊരു വലിയ മാക്ബത്ത് വേദികളിൽ നിന്ന് വേദികളിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ മാക്ബത്ത്. ഇന്നിപ്പോൾ എറണാകുളത്ത് പ്രോഗ്രാമുണ്ട് മാക്ബത്തിന്. പക്ഷേ ആദ്യത്തെ അവതരണം തന്നെ കൊല്ലം സോപാന ഓഡിറ്റോറിയത്തിൽ ഇരിക്കാൻ ഇരിപ്പിടമില്ലാതെ ജനങ്ങൾ വീണ്ടും കസേര കൊണ്ടുവന്നിട്ട് ഇരുത്തുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കളിച്ചിട്ടുള്ളത്. അത് വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. എന്താണ് മാക്ബത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി? അധികാരമാണ് പ്രശ്നം. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള മനുഷ്യൻ്റെ ഒരു ദുരവസ്ഥ. അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വയം നശിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. അത് സമകാലിക രാഷ്ട്രീയ രംഗത്ത് മനോഹരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ നാടകം എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്, കാളിദാസ കലാകേന്ദ്രത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അധികാരത്തിന് വേണ്ടി പണമായാലും സ്ത്രീ ആയാലും എന്തും എങ്ങനെയും ചെലവഴിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ.
അതുതന്നെ സമകാലിക കേരളത്തിൻ്റെ ഒരു മുഖചിത്രമായിട്ട് തന്നെ വേണമെങ്കിൽ മാക്ബത്തിനെ ഇപ്പോൾ മാറ്റിവെക്കാവുന്നത് നമുക്ക്. വിൽസൺ, ആദ്യ അവതരണം അതിനോടുള്ള പ്രതികരണത്തിൽ ഒട്ടേറെ ആളുകളുടെ സാന്നിധ്യം ഉള്ളതായി താങ്കൾ പറഞ്ഞു. പൊതുവെ കേരളത്തിൽ നാടകത്തിന് അത്രമാത്രം സ്വീകാര്യത ഉള്ള, താങ്കൾ തന്നെ ഇതിൻ്റെ ഒരു ആമുഖമായി പറഞ്ഞത്, അത്രമാത്രം സ്വീകാര്യതയുള്ള ഒരു കാലമല്ല ഇത്. എന്നിട്ടും മാക്ബത്ത് പോലുള്ള ഒരു നാടകം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതിന് കാണിക്കുന്ന ഒരു ധൈര്യം, അത് താങ്കളോടല്ല, അത് സംവിധായകനോടാണ് ചോദിക്കേണ്ടത്, കാളിദാസ കലാകേന്ദ്രയുടെ പ്രവർത്തകരോടാണ് ചോദിക്കേണ്ടത്. എങ്കിൽ പോലും പറയാം, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നാടകം ഒരിക്കലും അങ്ങനെ മരിച്ചു എന്ന് ആരും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സമകാലിക രംഗത്ത് നാടകം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ നാടക മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരായിരിക്കണം ഒരുപക്ഷെ നാടകം മരിച്ചു ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും നാടകം നശിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ആ തറയിൽ നിന്നുകൊണ്ടാണ് മാക്ബത്ത് പോലൊരു നാടകം എടുത്തിട്ട് ഇതാ നാടകം എവിടെയുണ്ട് എന്ന് ശക്തമായി പറയാൻ കാളിദാസയ്ക്ക് കഴിഞ്ഞത്. അതിൻ്റെ ഒരു വിജയം, അതിന് മീഡിയാസ് കൊടുത്ത നല്ലൊരു പബ്ലിസിറ്റി, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ജനങ്ങൾ വളരെ മനോഹരമായിട്ട് നാടകം സ്വീകരിച്ചത്. നാടകത്തിനല്ലാതെ മറ്റേതൊരു കലയ്ക്കാണ് ജനങ്ങളോട് ഇത്ര കൃത്യമായി നേരിട്ടും സംവദിക്കാൻ കഴിയുക? അപ്പോൾ നാടകത്തെ തള്ളിക്കളയാൻ ഈ സമൂഹത്തിന് ഒരിക്കലും കഴിയില്ലല്ലോ. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിൽസൺ, എത്രമാത്രം മാറ്റം വരുത്തി പ്രധാന ടെക്സ്റ്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്കോ നാടകം പോയോ? അത് അതേപടി ടെക്സ്റ്റ് പുനരാവിഷ്കരിക്കുകയായിരുന്നു? ടെക്സ്റ്റ് അതുപോലെ കഥാപാത്രങ്ങളെല്ലാം അതുപോലെ തന്നെ പുനരാവിഷ്കരിക്കപ്പെടുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ ചില പ്രശ്നങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണല്ലോ വേണ്ടത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി മാക്ബത്ത് എങ്ങനെ കളിക്കുന്നു എന്നതാണല്ലോ നമ്മുടെ പ്രശ്നം. ടെക്സ്റ്റ് അതുപോലെ പകർത്തി വെച്ചാൽ നമ്മുടെ ജനങ്ങൾക്ക് അതെങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് വേണ്ടി നമ്മുടെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റം മനോഹരമായി ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിൽസൺ, കേൾക്കാമെങ്കിൽ അപ്പോൾ ഒരുപാട് സ്റ്റേജുകൾ കളിക്കാനുള്ള അവസരം മാക്ബത്ത് താങ്കൾക്ക് നൽകും എന്ന് കരുതാം? തീർച്ചയായിട്ടും മാക്ബത്ത് കേരളത്തിലെ നാടക മേഖലയിൽ എല്ലായിടത്തും കളിക്കേണ്ട നാടകമാണ്, എല്ലാവരും കാണേണ്ട നാടകമാണ്. മാക്ബത്ത് പോലെ ഒരു രംഗസജ്ജീകരണത്തിൻ്റെ വേറൊരു തലം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മാക്ബത്തിന് സീൻ കർട്ടനുകളൊന്നുമില്ലാതെ തന്നെ മറ്റൊരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റൊക്കെ ഒരുക്കിയിരിക്കുന്നത്. കോസ്റ്റ്യൂം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ജനങ്ങൾ കണ്ടിരിക്കേണ്ട, അതിനപ്പുറം മനോഹരമായ 2 ഗാനങ്ങളുണ്ട്. ONV സാർ എഴുതി സെബി നായരമ്പലം ഈണം പകർന്ന 2 ഗാനങ്ങളുണ്ട്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് സന്ധ്യേച്ചി. അപ്പോൾ തീർച്ചയായും ജനങ്ങൾ കണ്ടിരിക്കേണ്ടുന്ന ഒരു സിനിമ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു നാടകമാണ് മാക്ബത്ത്. വളരെ നന്ദി വിൽസൺ, ഞങ്ങളോട് സഹകരിച്ചതിന്, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.